ആര്യടൻ ഷൗക്കത്തിന് വേണ്ടിയിട്ട് വി ഡി സതീശൻ വളരെ ശക്തമായിട്ട് രംഗത്തുണ്ടായിരുന്നു. ആ ടീം സതീശൻ എന്ന് പറയാവുന്ന MLA മാരും മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ വളരെ വിദഗ്ധമായിട്ട് തന്ത്രപരമായിട്ട് തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധന്മാരാണ്. ഉദാഹരണത്തിന് തൃക്കാക്കരയിൽ ഇവരായിരുന്നു, പാലക്കാട്ടും അവരായിരുന്നു. അതേ ടീം തന്നെയാണ് നിലമ്പൂരും വളരെ ശക്തമായിട്ട് രംഗത്തിറങ്ങിയിരുന്നത്. അപ്പോൾ ചിട്ടയായ പ്രവർത്തനം സാധാരണ കോൺഗ്രസ്സുകാർക്ക് പതിവില്ലാത്തതാണ്. അത് വളരെ ഗംഭീരമായിട്ട് അവിടെ നടന്നിട്ടുണ്ട്. പിന്നെ ലീഗുകാരും ഇനിയൊരു ചീത്തപ്പേരുണ്ടാകണ്ട എന്ന് വിചാരിച്ച് അവരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ലീഗും കോൺഗ്രസും കൈകോർത്ത് ശക്തമായിട്ട് മുന്നോട്ട് പോയാൽ സാധാരണഗതിയിൽ UDFന് ജയിക്കാവുന്ന മണ്ഡലമാണ് നിലമ്പൂർ. അവർക്ക് വലിയ വിജയപ്രതീക്ഷയുണ്ട്. ഞാൻ അവിടെയുള്ള ചില UDF നേതാക്കന്മാരായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ജയം സുനിശ്ചിതമാണ്, യാതൊരു ആശങ്കയ്ക്കും ഇടയില്ല എന്നാണ്. പിന്നെ അതിന് പുറമെ ഈ ഐസ്ക്രീമിന് ചെറി വെക്കുന്ന പോലെ പ്രചരണത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങളിൽ സാക്ഷാൽ പ്രിയങ്ക ഗാന്ധി തന്നെ മണ്ഡലത്തിൽ വന്നു. അവർ റോഡ് ഷോ നടത്തി വോട്ടർമാരെ കൈവീശി കാണിച്ചു. ഇന്ദിരാഗാന്ധിയെപ്പോലെ നെറ്റിയും മൂക്കുമുള്ള പ്രിയങ്ക ഗാന്ധിയെ കണ്ട് നിലമ്പൂരെ വോട്ടർമാർ മാത്രമല്ല കാട്ടിലെ വന്യമൃഗങ്ങൾ വരെ കോരിത്തരിച്ചു എന്നാണ് നമ്മൾ അറിയുന്നത്. ഏതായാലും പ്രിയങ്കാജി വന്നുകൊണ്ട് എന്ത് വിശേഷമുണ്ടായി എന്നുള്ളത് നമുക്ക് വോട്ടെണ്ണി കഴിയുമ്പോൾ അറിയാൻ കഴിയും. പിന്നെ വേറൊരാളുടെ പേരെടുത്ത് പറയാനുണ്ടെങ്കിൽ അത് ചാണ്ടി ഉമ്മൻ്റെയാണ്. 2200-ലധികം വീടുകളിൽ കയറി ഇറക്കി വോട്ട് ചോദിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ നിലമ്പൂർക്കാർക്ക് ചാണ്ടി കുഞ്ഞിനെ കാണാനും അദ്ദേഹത്താൽ വോട്ട് അഭ്യർത്ഥിക്കപ്പെടാനുമുള്ള ഭാഗ്യമുണ്ടായി. അതും ചെറിയ കാര്യമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.